ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM നേതാവായി എം സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ കോടതി റിപ്പോർട്ട് തേടി. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് തേടൽ. പോലീസിനോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. 2018 പ്രസംഗത്തിൻ്റെ വീഡിയോ സഹിതമായിരുന്നു പരാതി കൊടുത്തത്. കഴിഞ്ഞ 2018 എം സ്വരാജ് നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ അടക്കം CPM സഖാക്കളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു സമയമാണ്. അവിടെ എന്തുകൊണ്ടാണ് പോലീസ് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ എം സ്വരാജിന് നേരെ കേസെടുക്കാൻ മടിക്കുന്നത് എന്നുള്ള വിഷയം കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺരാജ് പറയൂ. അരുൺരാജ്, SK 2018 ഒരു വിവാദമായ ഒരു പ്രസംഗമാണ് എം സ്വരാജ് നടത്തിയത്. ആ പ്രസംഗമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ആ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ വിഷ്ണു സുനിൽ ഇപ്പോൾ പോലീസിന് ആദ്യഘട്ടത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസിനും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒരു പരാതി നൽകിയത്. ഇത് മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്നുള്ളതായിരുന്നു ആ പരാതിയിൽ പറയുന്നത്. ഈ അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചുവെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് ഈ നദികളിൽ പ്രളയമായി എത്തിയതെന്നുമായിരുന്നു എം സ്വരാജിന്റെ പരാമർശം. ഇത് ഹൈന്ദവ ആചാരത്തിന് വിരുദ്ധമാണെന്നും അയ്യപ്പ വിശ്വാസികൾക്ക് വലിയ തോതിൽ ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ പ്രസ്താവനയെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിഷ്ണു സുനിൽ പന്തളം ഒടുവിൽ കോടതിയെ സമീപിച്ചത്. കോടതി ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഇപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാത്തത്, കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്നീ കാര്യങ്ങളിൽ പോലീസ് കോടതി ഇതുമായി രേഖാമൂലം മറുപടി അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഇപ്പോൾ റിപ്പോർട്ടായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കേസ് അടുത്ത ആഴ്ച വീണ്ടും കോടതി പരിഗണിക്കും. അന്ന് ഈ പോലീസ് ഈ പരാതിയിൽ മേൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിച്ചത്, എന്തുകൊണ്ടാണ് ഇതിൽ കാര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോകാത്തതെന്ന കാര്യത്തിൽ മറുപടി നൽകണം എന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് വിഷ്ണു സുനിൽ പന്തളമാണ് ഇപ്പോൾ ഈ പരാതിയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.